നമസ്കാരം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2x² + x² + 4 = 0. നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ സോൾവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പറഞ്ഞിരുന്ന സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചത്. കോൺസ്റ്റന്റ് ടൈമിനെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. കോൺസ്റ്റന്റ് ടൈം 4 ആണ്, നമ്മൾ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ -4 ആകും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്വയർ, ദാറ്റ് ഈസ് 2. then 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ x² + x/2 = -4/2 -2 ആകും. ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2, അതിന്റെ ഹാഫിന്റെ സ്ക്വയർ 1/2ന്റെ ഹാഫ് കാണാൻ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4 ആകും. അതിന്റെ സ്ക്വയർ 1/4 നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് x² + x/2 + 1/4 ഹോൾ സ്ക്വയർ, ഇവിടെയും -2 + 1/4 ഹോൾ സ്ക്വയർ, ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാ പറഞ്ഞത്? ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഒരു x എഴുതണം, ഇവിടെ 1/4 എഴുതണം. ഇവിടുത്തെ സൈൻ പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കണം, 1/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. = ഇവിടെ -2 + 1/4 സ്ക്വയർ 1/16 എന്ന് വരും. അതായത് x + 1/4 ഹോൾ സ്ക്വയർ = ഇവിടെ നമ്മൾ LCM എടുത്താൽ -32 + 1, അതായത് -31/16 എന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു നമ്പറിൻ്റെയും സ്ക്വയർ എന്തായിട്ട് വരത്തില്ല, ഒരു റിയൽ നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരത്തില്ല, നെഗറ്റീവ് ക്വാണ്ടിറ്റി വരത്തില്ല. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണ്. അതിൻ്റെ അർത്ഥം ഇതിന് റിയൽ വാല്യൂസ് കിട്ടത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പറയാം x + 1/4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? cannot be negative for any real value of x. So there is no real value of x satisfying the given equation. ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരു വേർഡ് പ്രോബ്ലമാണ്. NCERT എക്സസൈസ് 4.3-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് റഹ്മാൻസ് ഏജസ് 3 years ago and 5 years from now is 1/3. ഫൈൻഡ് ദ പ്രസന്റ് ഏജ്. അപ്പോൾ പ്രസന്റ് ഏജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3 വർഷത്തിന് മുമ്പുള്ളതും ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് 5 വർഷത്തിന് ശേഷവുമുള്ള ആ വയസ്സുകളുടെ റെസിപ്രോക്കൽസിന്റെ സമ്മാണ് 1/3 എങ്കിൽ പ്രസന്റ് ഏജ് എത്രയാണ്? റഹ്മാന്റെ പ്രസന്റ് ഏജ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം: ദ പ്രസന്റ് ഏജ് = അല്ലെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് റഹ്മാൻ = x years എന്ന് എടുക്കാം. ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് x ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 years ago എന്ന് പറയുമ്പോൾ അത് x - 3 ആയിരിക്കും, അല്ലേ? 3 വയസ്സ് കുറവായിരിക്കും മുൻപാണെങ്കിൽ. അതുപോലെ 5 years from now, ഇപ്പോൾ നിന്ന് 5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് x + 5 ആകും, 5 വയസ്സ് കൂടുതലായിരിക്കും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് റഹ്മാൻസ് ഏജസ് 3 years ago and 5 years from now is 1/3. ഈ രണ്ട് ഏജുകളുടെ റെസിപ്രോക്കൽ, രണ്ടുപേരുടെ റെസിപ്രോക്കൽ എടുത്തു. അതിൻ്റെ സം എന്ന് പറയുന്നത് 1/3 ആണെങ്കിൽ പ്രസന്റ് ഏജ് ആയ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ആദ്യം ഫോം ചെയ്യണം. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഫോം ചെയ്ത് നോക്കാം.
ആദ്യം നമുക്കിത് ഒന്ന് എൽസി എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്ത്. അതായത് 1 into x plus 5 x plus 5 plus 1 into x minus 3 divided by LCM x minus 3 into x plus 5 is equal to 1/3 എന്ന് വരും. നമ്മൾ ഈ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ആണെങ്കിൽ എക്സും എക്സും കൂടെ ആഡ് ചെയ്താൽ 2x 5 minus 3 2 ഡിവൈഡഡ് ബൈ, ഇത് എക്സ്പാൻഡ് ചെയ്യാം, x into x x സ്ക്വയർ, x into 5 5x, minus 3 into x minus 3x, minus 3 into plus 5 minus 15 is equal to 1/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇനി നമുക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into ഈ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈന് ശേഷം ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ 5x minus 3x plus 2x എന്നാകും. ഇവിടെ ഒരു minus 15 ഉണ്ട്. ഈസ് ഈക്വൽ ടു 3 കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ 3 into 2x 6x, 3 into 2 6 എന്ന് വരും. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ x സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 മൈനസ് 6x മൈനസ് 6 ഈക്വൽ ടു 0. അതായത് x സ്ക്വയർ പ്ലസ് 2x മൈനസ് 6x മൈനസ് 4x മൈനസ് 15 മൈനസ് 6 മൈനസ് 21 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷനായ x സ്ക്വയർ മൈനസ് 4x മൈനസ് 21 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആയി കഴിയും. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച ഫാക്ടറൈസേഷൻ മെത്തേഡിലോ വേർഡ് പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ അതിനകത്ത് മെത്തേഡ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയത്തില്ല. ഇനി പറയുന്നെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡായ ക്വാഡ്രാറ്റിക് ഫോർമുല അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചും ചെയ്യാം. വേർഡ് പ്രോബ്ലം ആകുമ്പോൾ മെത്തേഡ് പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും നോക്കാം. പ്രോഡക്റ്റ് മൈനസ് 21, സമ്മ് മൈനസ് 4, നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്കറിയാം 7ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 21 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്താൽ 7 മൈനസ് 3 ആണെങ്കിൽ പ്ലസ് 4 വരും. ഇത് മൈനസ് 7 പ്ലസ് 3 വന്നാൽ മൈനസ് 4 വരും, മൾട്ടിപ്ലൈ മൈനസ് 21 വരും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എങ്ങനെ എഴുതാന്നാ പറഞ്ഞു, എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 7 ഓർ എക്സ് ഈക്വൽ ടു മൈനസ് 3. നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് 3 ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ഏജ് ആണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏജ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ക്വാണ്ടിറ്റി വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സ് ഈക്വൽ ടു 7 എടുക്കാം. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ഓഫ് റഹ്മാൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. പെർസെൻറ്റേജ് ഓഫ് റഹ്മാൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് റഹ്മാൻ ഇസ് ഈക്വൽ ടു എത്ര വയസ്സായിട്ട് എടുക്കാം, 7 years എന്നാണ് നമ്മുടെ ആൻസർ. അടുത്തത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ടെസ്റ്റ് ദ സം ഓഫ് ഷിഫാലിസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഈസ് 30. Has she got 2 marks more in mathematics and 3 marks less in English? The product of their marks would have been 210. Find her marks in the 2 subjects. അപ്പോൾ 2 സബ്ജക്റ്റിൻ്റെയും മാർക്ക് എത്രയാണെന്ന് വേണം, മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും. സം ഓഫ് മാർക്സ് ഇൻ മാത്സ് ആൻഡ് ഇംഗ്ലീഷ്, മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൂടെ മാർക്സിൻ്റെ സം എന്ന് പറയുന്നതാണ് 30 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് നമുക്കറിയാൻ പറ്റും 30 മൈനസ് എക്സ് ആയിരിക്കും. അതെങ്ങനെ വന്നു നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സും വൈയും 2 വേരിയബിൾ എടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ മാർക്ക് എക്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30. സം ഓഫ് മാർക്സ്, സം എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഒന്നെന്ന് പറയാൻ എത്രയായിരിക്കും, 30 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഒന്ന് എക്സ് ആണ്. മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ഉള്ളത് ഇങ്ങനെ എടുക്കാം, എക്സ് എന്നും. അതുപോലെ മാർക്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് എന്തുമായിട്ട് എടുക്കാം, 30 മൈനസ് എക്സ് ആയിട്ടും എടുക്കാം. ഒന്ന് എക്സും 30 മൈനസ്, തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇംഗ്ലീഷിന്റെ എക്സും
ആണെങ്കിൽ അടുത്ത 30 മൈനസ് എക്സ് ആയിക്കോളും. ഇനി ക്വസ്റ്റ്യൻ അത് പറയുന്നത് ഹാഡ് ഷീ ഗോട്ട് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് 2 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. ഇപ്പൊ എക്സ് ആണെങ്കിൽ അത് x+2 ആകും. ആൻഡ് 3 മാർക്സ് ലെസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 3 മാർക്ക് ഇപ്പോൾ 30 മൈനസ് എക്സ് ആ. അതിൽ നിന്ന് 3 മാർക്ക് കൂടെ കുറഞ്ഞാൽ ഇപ്പൊ -3 ആകും. The product of their marks would have been 210. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 210 ആകും. Find her marks in the 2 subjects. അങ്ങനെയാണെങ്കിൽ 2 സബ്ജക്റ്റിന്റെ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ x+2 ഇൻറ്റു 30 - 3 എന്ന് പറയുന്നത് 27 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 210 എന്ന് വരും. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x ഇൻറ്റു 27 x into minus x minus x square 2 into 27 54 2 into minus x minus 2x minus 210 equal to 0 എന്ന് എഴുതാം. അതിന് നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ 27x മൈനസ് 2x എന്ന് പറയുമ്പോൾ പ്ലസ് 25x ദെൻ ഇവിടെ പ്ലസ് 54 മൈനസ് 210 അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 156 is equal to 0 എന്ന് കിട്ടും. നമുക്ക് ഇതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് 25x പ്ലസ് 156 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് 156 അപ്പോൾ പ്രോഡക്റ്റ് 156 അതുപോലെ സമ്മ് -25 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ അതാണെങ്കിൽ 156 ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ 278 then 239 313 എന്ന് വരും. അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കൊരു കോമ്പിനേഷൻ എടുക്കാം. നമ്പേഴ്സ് പറയുന്നത് നമുക്ക് എടുത്താൽ ഒരു 12ഉം 13ഉം നോക്കാം. ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ രണ്ടും മൈനസ് ആയിരിക്കണം. അപ്പോൾ -12ഉം -13 നമുക്ക് നമ്പേഴ്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. അപ്പോൾ x - 12 ഇൻറ്റു x - 13 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പോൾ x - 12 ഈക്വൽ ടു 0 ഓർ x - 13 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 12 ഓർ x ഈക്വൽ ടു 13 രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറിൽ ഏത് വേണമെങ്കിലും എക്സിന്റെ വാല്യൂ ഇട്ട് വരാം. എക്സ് 12 വരികയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് എന്ന് പറയുന്നത് 30 മൈനസ് 12 എന്ന് വരും. അതായത് 18 എന്ന് കിട്ടും. അതല്ല എക്സിന്റെ വാല്യൂ 13 ആണെങ്കിൽ 30 മൈനസ് 13 എന്ന് വരും. അതായത് 17 എന്ന് കിട്ടും നമുക്ക് ഇംഗ്ലീഷിന്റെ മാർക്ക്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് 12 ആകുമ്പോൾ മാത്സിന്റെ മാർക്ക് 12 ആകുമ്പോൾ എത്ര നമുക്ക് എഴുതാം? എക്സിന്റെ വാല്യൂ 12 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ 12 ആകുമ്പോൾ ഇത് 18 വരും. 30 മൈനസ് 12. അതല്ല എക്സ് 13 എടുക്കുകയാണെങ്കിൽ ഇത് എത്ര നമുക്ക് കിട്ടും? 17 കിട്ടും. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.